ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം പന്നിയിറച്ചി മേടിച്ചുകൊണ്ട് വന്ന് അത് കറി വെക്കാൻ നോക്കാം. പന്നിയിറച്ചി എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാനത് പേപ്പർ മാറ്റാൻ പോയതാണ്. കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് 2-3 സാധനം ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകാണ് ഇതിന് പ്രധാനം കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കാം. നമുക്ക് കുറച്ച് മുളക് പൊടി, ഇപ്പം ലേശം കുരുമുളക് പൊടി ചേർക്കാം. ബാക്കി ഇതെല്ലാം ഇടുമ്പോൾ ബാക്കി ചേർക്കാം കേട്ടോ. ഇതുണ്ട് കുരുമുളക് പൊടിയാണ്. ഇനി നമുക്കിത് വേവിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ പന്നിയിറച്ചി കറി വെക്കാൻ നേരം ഒരിക്കലും മല്ലിപ്പൊടി എടുക്കരുത് കേട്ടോ. പന്നിയിറച്ചിക്ക് മല്ലിപ്പൊടി വേണ്ട. കുറച്ച് പൊടിയുപ്പിടാം. നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മണം. വേണ്ട, നമുക്കൊരു 3 വിസിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കത്. നെയ്യ് ഉരുക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നെയ്യ് ഉരുക്കാനൊന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് കഷ്ണം അങ്ങനെ നെയ്യ് കഷ്ണമൊന്നും ഇല്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഉരുക്കാത്തില്ലേ. പന്നിയിറച്ചീൻ്റെ ഉരുക്കേണ്ടതാണ്. തുള്ളി വെള്ളം മതി. ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി വെച്ചോട്ടോ. ചീഞ്ചട്ടി വെച്ച് ചൂടായി എണ്ണ ഒഴിക്കാൻ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്തേ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ. പന്നിയിറച്ചിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അരിഞ്ഞ് വെച്ച സാധനൻ്റെ ഒരു മീഡിയം സൈസ് സബോള, പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എണ്ണ ചൂടായി കടുകിടാം. കടുകിട്ടു. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ഇടണം. 2 അരി ഉലുവ. ഇത്രയും ഉലുവ ഇടണം കേട്ടോ. കാണത്തില്ല ഇത്രയും ഉലുവ. നമുക്ക് ചെറിയുള്ളിയെ കൈ കൊണ്ട് ചെറിയുള്ളി മുറിച്ചിടുമെന്ന് നോക്കാം. ഭയങ്കര വലിയതായതുകൊണ്ട് ഞാൻ മുറിച്ചിട്ട് അത് ഇതിനകത്ത് കിടന്ന് വാടിക്കോളും. ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടുന്നില്ല. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്നാവണമല്ലോ. ഉള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടട്ടെ. കുറച്ചിട്ടാൽ മതി കേട്ടോ. നമ്മൾ പന്നിക്കകത്ത് ഇറച്ചി വേവിക്കാൻ നേരത്ത് ഇറച്ചിക്കകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് മതിയേ. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ടില്ല. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഇത് മാറണം, പച്ചപ്പ് നടക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇഷ്ടംമാതിരി ഉള്ളത് കൊണ്ട് നമുക്ക് വാരിക്കൊഴിയാണ് ഇടാം. പിന്നെ 2 പത്തലമുളക് പൊടിച്ചത് ഇടുന്നുണ്ട് നമ്മൾ. അതിൻ്റെ കൂടെ എന്നാലും തേങ്ങാക്കൊത്ത് ഇടേണ്ടവർക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇടാം കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. പിന്നെ മെയിൻ താരം കുരുമുളക് പൊടി കുറച്ചിടുക. കുറച്ചെന്ന് പറയുമ്പോൾ ഞാൻ 2 സ്പൂൺ ഇട്ടേ. എൻ്റെ അമ്മമാർക്കൊക്കെ നല്ല എരിവ് വേണ്ടവരാ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊടിച്ചുണ്ടാക്കി വെച്ച മസാലപ്പൊടി, പന്നി മസാലപ്പൊടി ഇതിന് വേണ്ടത്. അതിന് കുറച്ച് ഇട്ടോ കേട്ടോ. 2 സ്പൂണേ. വലിയ സ്പൂണല്ല കേട്ടോ, ചെറിയ സ്പൂൺ ഞാൻ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടോ. പിന്നെ പത്തലമുളക് പൊടിച്ച് വെച്ച ഇതാണ്, അതും കുറച്ചിടണം. 2 അരി പെരിഞ്ചീരകം. എരിവൊക്കെ പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരുടെ എരിവൊക്കെ നോക്കിയിട്ട്. കുരുമുളകൊക്കെ ഇടുമ്പോൾ നല്ല എരിവുണ്ടാവില്ല. മസാലയൊക്കെ മൂത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുവാണേ. തീ അന്നേരം കൂട്ടി വെക്കാം കേട്ടോ.
ഒന്ന് ചൂടാവട്ടെ. ഇതൊന്ന് ശരിക്കും ഒന്ന് ചൂട്, ഈ അരപ്പ് ഇതെല്ലാം കൂടെയും ഇറച്ചിയെ പിടിക്കണ്ടേ, എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് സെറ്റാവട്ടെ. വെള്ളമൊക്കെ പറ്റിയെടുത്തിട്ട് കേട്ടോ. വെള്ളം പറ്റാതൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ കുഴമ്പ് പോലെ ഉണ്ടല്ലോ, അതൊക്കെ പറ്റി നല്ല ഫ്രൈ പോലെ ആവണല്ലോ. അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ. നമ്മുടെ കറി റെഡിയായി കേട്ടോ. നല്ല ഫ്രൈ ആയേ. കുരുമുളക് പൊടി നന്നായിട്ട് എരിവ് വേണം കേട്ടോ. ഞാനൊരു 2.5 സ്പൂണ് മുളക് പൊടി ഇട്ടു കേട്ടോ. എൻ്റെ ഇതാണ് സ്പൂണിൻ്റെ അളവ്, കുഞ്ഞി സ്പൂണാണ്. അതിൻ്റെ മേലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, ഉപ്പുണ്ടോ നോക്കിയില്ലല്ലോ അല്ലേ? ഉപ്പുണ്ടോ നോക്കട്ടെ. നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഓ ചൂടാ. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. അല്ലല്ലോ ഇച്ചിരി ഇറച്ചിക്ക് പിന്നെ എരിവ് വേണ്ടേ, നല്ല അതിൻ്റെ ഇത് വരുള്ളൂ. അപ്പം നന്നായി സെറ്റായി. ഇനി ഞാൻ കുറച്ച് എൻ്റെ മമ്മിക്ക് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയുന്നേക്കാം. അപ്പോൾ ഉണ്ട്, കറിയും റെഡിയായി. അപ്പോൾ ഇന്ന് നോക്കുന്ന ആൾ നമ്മുടെ ബിജുവേട്ടനാണ്. ബിജുവേട്ടാ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ. ഇന്നത്തെ ടെസ്റ്റർ ബിജുവേട്ടൻ എങ്ങനെയുണ്ടെന്ന് പറ കഴിച്ചിട്ട്. ആണോ? നല്ല കായ ഉള്ളത് പറയാം. എരിവൊക്കെ അതല്ലേ. മമ്മി ഒരു വർഷം എടുത്തത് നോക്ക്. മമ്മി തരയിൽ, മമ്മിക്ക് ഈ തൊലീൻ്റെ ആ ഭാഗമാണ് മമ്മിക്ക് ടേസ്റ്റ് ഉണ്ട്. നല്ലതാണ്, എരിവൊക്കെ ഉണ്ട് നല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ബിജുവേട്ടനാണ് നമുക്ക് നോക്കി ടേസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ബിജുവേട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും എല്ലാം ഇടണേ, മറക്കല്ലോ കേട്ടോ. എൻ്റെ വീഡിയോകളെല്ലാം കാണണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരാം. ബായ്.